വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള രണ്ട് ഹൈബ്രിഡൈസേഷനും വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഇവിടെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ മിക്സിങ്ങിന് ശേഷമുള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് ഒന്നും വരക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് പോകുന്നതാണ്. ഓക്കെ, നമുക്ക് പരീക്ഷയ്ക്ക് അത്ര മതി. പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ, കേട്ടല്ലോ. അപ്പൊ നമ്മുടെ അടുത്ത ഹൈബ്രിഡൈസേഷൻ നമ്മളിപ്പോൾ sp3 sp2 sp മൂന്നെണ്ണം കഴിഞ്ഞു. അപ്പൊ ഈ മൂന്നെണ്ണത്തിലും എസും പിയും മാത്രമേ ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ഡി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ട് കേസിലും ഡി ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ ആണ് ഉള്ളത്. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തത് ഈ വീഡിയോയിൽ ഫസ്റ്റത്തത് sp3d2 sp3d2 ഹൈബ്രിഡൈസേഷൻ. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. ഈ പേര് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തായിരിക്കും? 1s ഓർബിറ്റൽ മിക്സിംഗ് ഓഫ് 1s ഓർബിറ്റൽ പ്ലസ് മിക്സിംഗ് ഓഫ് 1s ഓർബിറ്റൽ 1s ഓർബിറ്റൽ വിത്ത് 3p ഓർബിറ്റൽസ്. ഇങ്ങനെ എഴുതിക്കൂടാ, 1s എഴുതിക്കൂടാ, 3p എഴുതിക്കൂടാ. ഓക്കെ, 1s ഓർബിറ്റൽ 3p orbitals and 2d orbitals. Okay, 1s orbital 3p orbitals and 2d orbitals to form എത്ര എണ്ണം മിക്സിംഗ് ഏർപ്പെട്ടോ? 1 4 6 അല്ലെ, 1 + 3 + 2 6 ഓർബിറ്റൽസ് മിക്സിംഗിൽ ഏർപ്പെട്ടു. അതിന്റെ ഫലമായിട്ട് പുതിയ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. എത്ര? 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. 6 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അങ്ങനെ ഉണ്ടാകുന്ന ആ 6 ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ പേരാണ് sp3d2 hybrid orbitals, and the process is called sp3d2 hybridization. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രോസസ്സിന്റെ പേരാണ് sp3d2 hybridization. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അവസാനം ഒന്നൊരു സ്ക്രൈബ് ചെയ്യാം. എന്താണ് കാര്യം മനസ്സിലായി? അപ്പൊ ഇനി നിങ്ങൾ പറ, 6 sp3d2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ 6 എണ്ണത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ജോമെട്രി ഏതാണ്? ആ 6 എണ്ണം അറേഞ്ച് ചെയ്യപ്പെടുന്നത് ഏത് ഷേപ്പിലായിരിക്കും? യെസ്, നിസ്സംശയം പറയാം, അത് ഒക്ടാഹെഡ്രൽ ജോമെട്രിയിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അത് പറഞ്ഞോളൂ. എന്താണ് sp3d2 hybridization? is the process of mixing of 1s orbital 3p orbitals and 2d orbitals to form 6 sp3d2 hybrid orbitals. These 6 sp3d2 hybrid orbitals are arranged in octahedral fashion. എന്നിട്ടൊരു എക്സാമ്പിൾ പറയണം. ആ എക്സാമ്പിൾ ആണ് sp3d2. നമുക്ക് പറയാനുള്ള എക്സാമ്പിൾ ആണ് sf6. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഹൈബ്രിഡൈസേഷൻ ഇൻ sf6? ഉത്തരം sp3d2. ഓക്കെ, അപ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആദ്യം എന്താ ചെയ്യുന്നത്? സൾഫറിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്ക്. നമ്മൾ ഇവിടെ ഒന്നും ഈ ഷേപ്പ് ഒന്നും പഠിക്കുന്നില്ല, ആവശ്യമില്ല നമുക്ക് കേട്ടോ. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സൾഫർ. സൾഫർ ഓക്സിജന്റെ താഴെയാണ്. ഓക്കെ, ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8, സോ സൾഫറിന്റെ 16. അപ്പൊ എന്താണ്? 1s2 2s2 2p6 3s2 3p4 അല്ലെ, 3s2 3p4. ഇനി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, മൂന്നാമത്തെ ഷെല്ലില് എസും പിയും കൂടാതെ ഡി സബ് ഷെല്ല് കൂടിയുണ്ട്. അവിടെ ഡി ഓർബിറ്റൽസും ഉണ്ട്, പക്ഷെ അവിടെ ഇലക്ട്രോൺസ് ഇല്ല. സൾഫറിന്റെ കേസിൽ മൂന്നാമത്തെ ഷെല്ലില് ഡി സബ് ഷെല്ലുണ്ട്, അതിൽ ഡി ഓർബിറ്റൽസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, കാരണം പി ഫുൾ ആയിട്ടില്ല. നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ബോക്സ് ടൈപ്പ് ഒന്ന് കാണിക്കാം. 3s ൽ 2 ഇലക്ട്രോൺസ്, 3pയിലോ 4 ഇലക്ട്രോൺസ്, 3dയിലോ ഇലക്ട്രോൺസ് ഇല്ല. 1 2 3 4
3d ഇലക്ട്രോൺസ് ഇല്ല, 0. ടോട്ടൽ 5 ഓർബിറ്റൽസ് ഉണ്ട്, 5 വാക്കൻറ്റ്. ഓക്കെ, അങ്ങനെ സൾഫർ അങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് വിവരം കിട്ടി 6 ഫ്ലൂറിൻ വരുന്നുണ്ട്. ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് 6 ഫ്ലൂറിൻ വരുന്നുണ്ട്. ഒരുങ്ങണ്ടേ, സൾഫർ ഒരുങ്ങാൻ പോവാണ്. എന്താ ചെയ്യുന്നത് സൾഫർ? ആദ്യം എന്താ ചെയ്യുന്നത്? സൾഫറിലെ 3s ഒരു ഇലക്ട്രോൺ 3dയിലേക്ക് ജമ്പ് ചെയ്യുന്നു. 3pയിലെ പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺ 3dയിലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെ എക്സൈറ്റേഷൻ നടന്നിട്ട് കോൺഫിഗറേഷൻ മാറി. excited state electronic configuration ആയി. And that configuration of sulfur is given by 3s1 3p3 3d2. ഇനി പറ 3s 1 3p 3 3d 2 1 2. ഓക്കെ, അങ്ങനെ എക്സൈറ്റേഷൻ കഴിഞ്ഞു. ഇതെന്താണ് എക്സൈറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെന്താണ്? പുതിയ അറകൾ ഉണ്ടാക്കലാണ്. എങ്ങനെ? ഒരു 3s 1 3s 3 3p and 2 3d. 1 3s 3 3p and 2 3d orbitals undergo mixing. ടോട്ടൽ എത്ര എണ്ണം മിക്സ് ചെയ്തു? 6 എണ്ണം. അങ്ങനെ പുതിയ 6 ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. 1 2 3 4 5 6. ഒരേ ഷേപ്പുള്ള, ഒരേ സൈസുള്ള, ഒരേ എനർജിയുള്ള 6 ഓർബിറ്റൽസ്. ആ 6 ഓർബിറ്റൽസിനെ നമ്മൾ വിളിക്കുന്നു sp3d hybrid orbitals. 6 sp3d hybrid orbitals, 6 sp3d hybrid orbitals. എല്ലാത്തിലും ഓരോന്നിനും ഓരോ ഇലക്ട്രോൺ. 1 2 3 ടോട്ടൽ 6 ഇലക്ട്രോൺസ്. അങ്ങനെ 6 റെഡിയായി, സൾഫർ റെഡിയായി. ഇനി ഫ്ലൂറിൻ വന്നോട്ടെ. അങ്ങനെ ഫ്ലൂറിൻ വരുന്നു. എന്താ ഫ്ലൂറിന്റെ കയ്യിലുള്ളത്? ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5. 2p5ലെ 2pz ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആണ്. അങ്ങനെ ഓരോ ടോട്ടൽ 6 ഫ്ലൂറിൻ ഉണ്ട്. ഓരോ ഫ്ലൂറിന്റെയും കേൾക്കണേ, ഓരോ ഫ്ലൂറിന്റെയും ഓരോ 2pz ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2pz ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തു. 2pz ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തു. 2pz ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തു. അങ്ങനെ എങ്ങനെയാണ് 6 sp3d d2 ആണ്, d അല്ല, sp3d2 hybrid orbitals ഓവർലാപ്പ് ചെയ്തു. Axial overlapping. And as a result 6 sf single sigma bonds are formed. And that 6 bonds are arranged in octahedral fashion. So the geometry of sf6 is octahedron. അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, BCPR തിയറിയിൽ പഠിച്ചതാണ്. ഇത്രേ ഉള്ളതാ. മിസ്റ്റർ സൾഫർ സെന്ററിൽ ഉണ്ടാകും, 6 ഫ്ലൂറിൻ, ഒരു സ്ക്വയറിന്റെ 4 സൈഡിലും അതിന്റെ മുകളിലും താഴെയുമായിട്ട്. ഓക്കെ, ഇതെന്താണ്? ഇത് സൾഫറിന്റെ sp3d2 hybrid orbital ഫ്ലൂറിന്റെ 2pz ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. ഇത് സൾഫറിന്റെ രണ്ടാമത്തെ sp3d2 hybrid orbital ഈ ഫ്ലൂറിന്റെ 2pz ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. അതേപോലെ മൂന്നാമത്തെ sp3d2 hybrid orbital ഈ ഫ്ലൂറിന്റെ 2pz ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. അങ്ങനെ 4 5 6 എല്ലാം ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം സിഗ്മ ബോണ്ട് ആണ്. ഓൾ ബോണ്ട്സ് ഇൻ sf6 ആർ സിഗ്മ ഇൻ ക്യാരക്ടർ. ഇങ്ങനെയാണ് sf6 ഉണ്ടായത്. ഓക്കെ, അപ്പൊ sp3d2 ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വളരെ സിമ്പിൾ. ഇത് ഞാൻ വായിക്കാണ്. അടുത്തത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു പണിയേല്ല. sp3d2 ചെറിയൊരു മാറ്റം. sp3d
ഏത് sp3 dehybridization. sp3 dehybridization നിങ്ങൾ എന്താ പറ മിക്സിംഗ് ഓഫ് 1s 3p 1s 3p and 2 d orbitals. 2 ഇല്ലല്ല 1 അല്ലേ, and 1 d orbitals. To form എത്രയാണ് മിക്സ് ചെയ്തു? 1 3 1 5 orbitals. അങ്ങനെ 5 പുതിയ ഓർബിറ്റൽസ് ഉണ്ടായി. അതിനെ നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായത് ഒരു എസും 3 പിയും ഒരു ഡിയും മിക്സ് ചെയ്തതായതുകൊണ്ട് ഓരോന്നിനെയും sp3 hybrid orbitals എന്ന് വിളിക്കും. അങ്ങനെ 5 sp3d hybrid orbitals ഫോം ചെയ്തു. and this process is called sp3d hybridization. 5 ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്താ ജോമെട്രി? ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ അറേഞ്ച് ചെയ്യപ്പെടും. അപ്പൊ ഇനി നിങ്ങൾ വേർഡ്സിൽ പറ എന്താണ് sp3d hybridization? It is the process of mixing of 1s orbital, 3p orbitals and 1d orbitals to form 5 sp3d hybrid orbitals. These 5 sp3d hybrid orbitals will arrange in trigonal bipyramidal geometry. എക്സാമ്പിൾ എല്ലാം ഒറ്റ എക്സാമ്പിൾ ആണ്. ഈ അവസാന ഭാഗം രണ്ടെണ്ണത്തിൽ ഒരു എക്സാമ്പിൾ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇവിടുത്തെ എക്സാമ്പിൾ PCl5. PCl5 സെൻട്രൽ ആറ്റമായിട്ടുള്ള ഫോസ്ഫറസ് sp3d ഹൈബ്രിഡൈസേഷൻ. അതങ്ങനെ പറയുന്നു, എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നോക്ക്. അതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു? ഫോസ്ഫറസ് നൈട്രജന്റെ താഴെയാണ്, 15ാമത്തെ ഗ്രൂപ്പിൽ നൈട്രജന്റെ താഴെയാണ് ഫോസ്ഫറസ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7, അങ്ങനെയാണെങ്കിൽ ഫോസ്ഫറസിന്റെ 15. ഓക്കെ, അപ്പൊ ഫോസ്ഫറസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോസ്ഫറസ് 1s2 2s2 2p6 3s2 3p3. ആ 3ൽ എന്തുണ്ട്? ഡി ഉണ്ട്, പക്ഷെ d0 ആണ്. ഓക്കെ, ബോക്സ് ടൈപ്പ് കാണിക്കേ. എസ്സിൽ 2, പിയില് 3, ഡിയിലില്ല. ഓക്കെ, ഇനി അങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോണുകളെല്ലാം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതാ വിവരം കിട്ടുന്നു, ക്ലോറിൻ 5 പുറപ്പെട്ടിട്ടുണ്ട്, റെഡി ആയിക്കോ. അപ്പൊ ഫോസ്ഫറസ് റെഡി ആവുകയാണ്. ആദ്യം എന്താ ചെയ്യുന്നത് എന്നറിയാവുക? 3sലുള്ള ഒരു ഇലക്ട്രോൺ 3d ജമ്പ് ചെയ്യുന്നു. അങ്ങനെ കോൺഫിഗറേഷന്റെ നേച്ചർ മാറി, അത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയി. Then excited state electronic configuration of this phosphorus is given by 1s2 2s2 2p6 3s1 3p3 3d1. ഓക്കെ, അങ്ങനെ എക്സൈറ്റേഷൻ കഴിഞ്ഞു, റീഅറേഞ്ച്മെന്റ് കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി അതിനെ ഒന്ന് അലങ്കരിക്കലാണ്, ഓർബിറ്റൽസിനെ അലങ്കരിക്കലാണ്. എങ്ങനെയാ? മിക്സിംഗ് ബൈ ഹൈബ്രിഡൈസേഷൻ. ഇതാ 5 മിക്സ് ചെയ്യപ്പെടുന്നു. 1 3s 3 3p and 1 3d. അങ്ങനെ പുതിയ 5 ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. 1 2 3 4 5. ആ 5നെ നമ്മൾ വിളിക്കുന്നു 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അവിടെ വരട്ടെ ഓരോ ഇലക്ട്രോൺ. ഇതാ 5 ഹാഫ് ഫിൽഡ്. അങ്ങനെ ആര് റെഡിയായി? ഫോസ്ഫറസ് റെഡിയായി. അങ്ങനെ ക്ലോറിൻ വരുന്നു. ക്ലോറിൻ എന്താ ഉള്ളത്? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 3pz ഓർബിറ്റൽ. അങ്ങനെ 5 ക്ലോറിന്റെ, ഓരോ ക്ലോറിന്റെയും ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 3pz ഓർബിറ്റൽ ഈ പറയപ്പെട്ട sp3d ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന ആക്സിയൽ ഓവർലാപ്പിംഗ്. അങ്ങനെ ഫോസ്ഫറസുമായിട്ട് 5 ക്ലോറിൻ 5 സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. അങ്ങനെ 5 PCl സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യും.
അതെല്ലാം ആക്സിൽ ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് 5 സിഗ്മ ബോണ്ടാണ്. ഓക്കെ, ആ 5 ബോണ്ടുകൾ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിൽ അറേഞ്ച് ചെയ്യപ്പെടും. എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഫോസ്ഫറസ് 3 ക്ലോറിനും ഒരു പ്ലെയിനിൽ ഉണ്ടാകും. 2 ക്ലോറിൻ പ്ലെയിനിന്റെ മുകളിലും താഴെയായിട്ട് ഉണ്ടാവും. ഓക്കെ, ഇത് ഈ ബോണ്ട് എങ്ങനെയാ ഫോം ചെയ്തത്? ഫോസ്ഫറസിന്റെ sp3d ക്ലോറിന്റെ 3pz, ഇതിന്റെ രണ്ടാമത്തെ sp3d ഈ ക്ലോറിന്റെ 3pz, അങ്ങനെ ബാക്കി എല്ലാം ആക്സിൽ ഓവർലാപ്പിംഗ് ആണ്. സോ എല്ലാം സിഗ്മ ബോണ്ടാണ്. സോ ദിസ് ഈസ് ദി കേസ് ഓഫ് sp3d. എനി ഡൗട്ട്സ്? ഓക്കെ, ഹൈബ്രിഡൈസേഷൻ ഇനി ആകെ 2 കാര്യങ്ങൾ പറയുന്നു. അത് അടുത്ത വീഡിയോയിൽ പറയും. അവിടേക്ക് ഹൈബ്രിഡൈസേഷൻ ക്ലോസ് ആകുന്നു.